നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അത്രയും നിങ്ങളുടെ കിച്ചൺ കംഫർട്ടബിൾ ആവും. 100 ഇൻറ്റീരിയർ ഹാക്സ് ഇൻ 100 days, ഡേ 57. ഇന്ന് നമുക്ക് കിച്ചണിൽ ഷട്ടർ ക്യാബിനറ്റ്സ് അതുപോലെ തന്നെ ഡ്രോയർ ക്യാബിനറ്റ്സ് എങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഷട്ടർ ക്യാബിനറ്റ്സ് കൊടുക്കേണ്ട രീതി, ബേസിക്കലി ലാർജ് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ് വേണ്ട ഏരിയാസ്, അണ്ടർ സിങ്ക് ക്യാബിനറ്റ്സ്, ഈ രീതിയിൽ വരുന്ന ഏരിയാസിലാണ് ബേസിക്കലി ഷട്ടർ ക്യാബിനറ്റ്സ് കൊടുക്കേണ്ടത്. എല്ലാ ഏരിയാസിനും ഷട്ടർ ക്യാബിനറ്റ്സ് കൊടുത്താൽ ഒബ്വിയസ്ലി ഡെപ്ത് നല്ല രീതിയിൽ വരും. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. എല്ലാ രീതിയിലുള്ള പ്ലേറ്റുകളും അല്ലെങ്കിൽ സ്റ്റോറേജ് യൂട്ടൻസിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. ഒബ്വിയസ്ലി ചെറിയ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലാർജ് ക്യാബിനറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് സ്പേസ് വേസ്റ്റേജ് വരും. അവിടെയാണ് ഡ്രോയർ ക്യാബിനറ്റ്സ് ബേസിക്കലി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യേണ്ട റിക്വയർമെൻറ്റ് വരുന്നത്. ബേസിക്കലി ഡ്രോയർ ക്യാബിനറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്പേസുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന പല ആക്സസറീസും നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ഡ്രോയർ ക്യാബിനറ്റ്സ് പ്ലേസ് ചെയ്യാം, ഈസിലി ആക്സസ് ചെയ്യാം. ഒരുവിധ എല്ലാ സ്റ്റോറേജ് ഐറ്റംസും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അറ്റ് എ ടൈം പുറത്തേക്ക് ആക്സസ് ചെയ്തെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. സോ നിങ്ങൾ കിച്ചൺ പ്ലാൻ ചെയ്യുമ്പോൾ ഡ്രോയർ എവിടെ കൊടുക്കണം, അതുപോലെ തന്നെ ഷട്ടേഴ്സ് എവിടെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ഇൻ്റലിജൻ്റ്ലി പ്ലാൻ ചെയ്യുക. എത്രത്തോളം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അത്രയും നിങ്ങളുടെ കിച്ചൺ കംഫർട്ടബിൾ ആവും.